ചേട്ടാ നമ്മുടെ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് 2 ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കാത്തത് കോൺഗ്രസുമായുള്ള ഒരു ധാരണയുടെ പുറത്താണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാതെ നിൽക്കുന്നത് എന്നാണ് MT രമേശ് പറഞ്ഞേക്കുന്നത്. സത്യമാണോ, ശരിയാണോ? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർത്തു കൊടുക്കണമല്ലോ. അതെ അതെ, കോൺഗ്രസിനുമായിട്ട് ഏത് സമയത്താണ്, അതായത് BJP പ്രതിരോധിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിക്കുന്നതിനൊപ്പം നിൽക്കുകയല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് ഈ പറയുന്ന CPM എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടത് ശരിക്കും CPM-ന്റെ ആവശ്യമാണോ? അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ രാഹുലിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ പാലക്കാട് സീറ്റ് ഓട്ടോമാറ്റിക്കലി BJP-യുടെ കയ്യിലോട്ട് വരും എന്നൊരു പേടി CPM-ന് ഉണ്ട്, അല്ലെ സർക്കാരിനുണ്ട് എന്നാണ് MT രമേശ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? അതായത് നടപടി എടുത്ത സ്വാഭാവികമായിട്ട് സ്ഥാനം അങ്ങ് നഷ്ടപ്പെടുമല്ലോ. അപ്പം BJP എങ്ങാനും പിന്നെ BJP-ക്കാണല്ലോ അങ്ങോട്ട് വരാനുള്ള യോഗ്യത. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനൊരു നടപടിയിലോട്ട് കടക്കാതിരിക്കുന്നതെന്നാണ് MT രമേശ് പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം പാലക്കാട് സീറ്റ് മാത്രം, അപ്പൊ അങ്ങനെയാണെങ്കിൽ BJP പാലക്കാട് സീറ്റ് മാത്രമേ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുള്ളൂ, അല്ലെ ഞങ്ങൾക്ക് പാലക്കാട് ഒറ്റ സീറ്റ് മതി എന്ന് പറയാൻ BJP-ക്ക് ധൈര്യമുണ്ടോ? ഇല്ല. അപ്പം പാലക്കാട് സീറ്റ് എന്ന് പറയുന്ന ഒന്നിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ വേറൊരു UDF-കാരൻ വിജയിച്ചാൽ ഇവിടുന്ന് CPM-മാരെ വോട്ട് മറിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് ആ നേതാവിനെ വിജയിപ്പിക്കത്തില്ലേ? അത് സ്വാഭാവികമെന്ന് ചിന്തിക്കാത്ത കാര്യമല്ലേ ഉള്ളൂ. ഏറ്റവും SDPI-ക്കാരും വെൽഫെയർ പാർട്ടിയും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള ഒരു മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു വലിയ വിഭാഗം UDF-നെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളപ്പോൾ വേറെ ഏതൊരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ട് നിർത്തിയാലും വിജയിക്കില്ലേ? അതിന് രാഹുൽ മാങ്കൂട്ടം തന്നെ വേണമെന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാള് പാർട്ടിയുടെ UDF എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അല്ലെ മുന്നണിയുടെ ഒരു അംഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് UDF എന്ന് പറയുന്ന മുന്നണിയിൽ നിന്നുകൊണ്ട് പാലക്കാട് ഇറങ്ങി മത്സരിക്കാനും വിജയിക്കാനും സാധ്യതയുള്ള നിരവധി ചെറുപ്പക്കാർ അവിടെ തന്നെ ഉണ്ടെന്നേ. പാലക്കാട് തന്നെയുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അവര് അവിടെ എന്താ മത്സരിച്ചാൽ പറ്റില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവിടെ വിജയിക്കണമെന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം തന്നെ അവിടെ നിൽക്കണമെന്നോ രാഹുൽ മാങ്കൂട്ടം തന്നെ വിജയിക്കണമോ എന്നുള്ള സാധ്യതകളില്ല. അങ്ങനെ ഒരു ഭയപ്പാട് ഒരിക്കലും CPM-ന് ഇല്ല. ആ ഒരു സീറ്റിൽ വിജയിച്ചുകൊണ്ട് ഇവിടെ BJP-ക്കാര് അധികാരത്തിലെത്തുമോ? അധികാരത്തിലെത്താൻ ഒരു സാധ്യതയില്ലല്ലോ. BJP-ക്ക് അധികാരത്തിലെത്താനായിട്ട് കഴിയത്തുമില്ല. ഇത് വെറും രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമല്ല. ഈ പറയുന്ന MT രമേശിനെ കൊണ്ട് പറ്റുമോ ഒരാളെ എവിടെയെങ്കിലും ഇറക്കി നിർത്തി വിജയിപ്പിക്കാൻ? ഈ പറയുന്ന കേരളത്തിന്റെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ MT രമേശ് തന്റെ ഇടത്തോട് ഇറങ്ങി മത്സരിക്കും 100% ഉറപ്പോടുകൂടി MT രമേശിന് മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഇവര് പറയുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് BJP കുറച്ചധികം വോട്ടിന്റെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം വേണ്ടി. കാരണം ഇവിടെ K. സുരേന്ദ്രനെതിരെ CPM നിലപാടെടുക്കാത്തത്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് K. സുരേന്ദ്രനെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്തത് BJP-യും CPM-ഉം തമ്മിൽ ഡീലാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ UDF-കാർ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ശരിക്കും UDF-കാർ അങ്ങനെയും പറയുന്നു, ഇവരിങ്ങനെയും പറയുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല രഹസ്യമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് BJP-യുമായി രഹസ്യമായി ചർച്ച നടത്തിയിരിക്കുന്നത് പരസ്പരമുള്ള സഹകരണം. അതിനുള്ള ചർച്ച രമേശ് ചെന്നിത്തല രഹസ്യമായി നടത്തിക്കഴിഞ്ഞായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പം എവിടെ രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും കോൺഗ്രസ് പാർട്ടിയും BJP-യും തമ്മിലാണെന്ന് പറയേണ്ടി വരും. വളരെ രഹസ്യമായ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പല ഭാഗങ്ങളിലും ജില്ലാ പഞ്ചായത്തിൽ ഒരു വിഭാഗം BJP വിജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ നഗരസഭകളിൽ ഞങ്ങൾ തിരിച്ച് വിജയിപ്പിച്ചു തരാം എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുക വാർഡുകളിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പല വാർഡുകളിലും അവിടെ വോട്ടില്ലാത്ത വോട്ടർമാർ പലരും BJP-യുടെ അല്ലെങ്കിൽ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത് വിജയസാധ്യതയുള്ള മറ്റൊരു വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അവിടെ പോയിക്കൊണ്ട് പോസ്റ്റർ പ്രചരണം അടക്കം നടത്തുന്നുണ്ട്. അപ്പൊ ഡീൽ ആരൊക്കെ തമ്മിലാണ്? BJP-യും CPM-ഉം കോൺഗ്രസും തമ്മിലാണോ? അല്ല. പല ഭാഗങ്ങളിലും പിന്നെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും മത്സരം നടക്കുന്നുണ്ട്. പലയിടത്തും സ്ഥാനാർത്ഥികളെ പിൻവലിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ ഡീലിന്റെ ഭാഗമായിട്ടാണ്. ഈ BJP-യും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന
അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ പിൻബലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ അങ്ങനെ ആയിരുന്നെങ്കിൽ ശബരിമല ആരൊക്കെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? BJP ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്, കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. BJP-യേക്കാൾ ഒരു പടി മുകളിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ശബരിമല വിഷയത്തെ ഒരു വലിയ പുകമറയാക്കി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കോൺഗ്രസ് ആണ്. അപ്പം ഇവിടെ എവിടെയാണ് ഈ ഡീല് സംഭവിക്കുന്നത്? ഇവർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവണതകളും ഉണ്ടല്ലോ. ഇന്ന് ഏറ്റവും അധികം BJP-ക്കാണെങ്കിലും കോൺഗ്രസിനായാലും വെറുക്കപ്പെട്ടവർ CPM-കാരാണ്. പിന്നെ ഈ ഡീൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികൾ ആരെങ്കിലും ഒരു പരാതി ഉയർന്നു വരട്ടെ. ഈ പറയുന്ന കോൺഗ്രസിലുള്ളവർക്ക് പോലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭീഷണിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ KC വേണുഗോപാൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വമാണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്നവരെ കുറിച്ച് എൻ്റെ കയ്യിൽ പലതുമുണ്ട് പുറത്തുവിടാൻ എന്ന് സധൈര്യം പറയാൻ കഴിഞ്ഞ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന്റെ അർത്ഥം എന്താ? ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്നല്ലേ എന്റെ വ്യക്തം. ആരുടെയൊക്കെ? KC വേണുഗോപാലിന്റെ ഭാര്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ശബ്ദിച്ചിരുന്നു. ഈ KC വേണുഗോപാലിന്റെ ഭാര്യയെ വളഞ്ഞിട്ട് ആക്രമിച്ചു സൈബർ കൂട്ടം. വളഞ്ഞിട്ട് ആക്രമിച്ചു. ഒടുവിൽ ആ പാവപ്പെട്ട സ്ത്രീക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. ആ പോസ്റ്റ് തന്നെ പിൻവലിക്കേണ്ട ഗതികേടുണ്ടായി. 10 മിനിറ്റിൽ കൂടുതൽ അത് കിടന്നിട്ടില്ല ആ വാളില്. അപ്പൊ അങ്ങനത്തെ ഗതികേട് വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പൊ അത്രയ്ക്ക് ശക്തമാണ് കോൺഗ്രസിന്റെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ. അവരുടെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ സജിനി, അങ്ങനെ എന്താണ് ആ പെൺകുട്ടിയുടെ പേര്, ഇത്തരത്തിലുള്ള സാധനങ്ങളെയൊക്കെ ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികളെ പടിയടച്ച് പിണ്ണം വെക്കണമെന്ന് പറഞ്ഞു. അവർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നില്ലേ? ബിന്ദുകൃഷ്ണ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താ, പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്താക്കിയേ പറ്റൂ. ബിന്ദുകൃഷ്ണ പറഞ്ഞിട്ടുണ്ട്, ഉമാ തോമസ് പ്രതികരിച്ചിട്ടുണ്ട്, KK രമ പ്രതികരിച്ചിട്ടുണ്ട്, ഇവരെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ചില ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളാണ് അത്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന സമയത്തും ഇവിടെ പരാതിക്കാരികൾ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവർ കുറ്റകരമായ മൗനം അവലംബിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ അതിശക്തമായ PR വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അല്ല, സർക്കാർ അവർ ഒരു പരാതി ഇല്ലാത്തടത്തോളം കാലം ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരു ഓഡിയോ റിലീസുമായി ഓഡിയോ റിലീസ് എന്ന് തന്നെ പറയാമല്ലോ, പുതിയൊരു ശബ്ദ തെളിവുമായി വന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടി എന്തായാലും മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകും. ഇത് വെറുതെ രാഷ്ട്രീയ ആരോപണം. സർക്കാരിന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്നവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. അപ്പൊ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഇനിയുണ്ട്. ഞാൻ 2 ആരോപണം. ഒന്ന്, അതിൽ അടുത്തത് സർക്കാരിനിട്ട് തന്നെ, അതായത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയത് CPI ആയിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലോ അവരെ പേടിച്ചിട്ടോ അല്ല, ജമായത്തിനെ പേടിച്ചിട്ടാണ് PM ശ്രീയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയെന്നാണ് MD രമേശ് പറയുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം? അങ്ങനെ പറയുമ്പോ അതിന്റെ ഒരു അടിസ്ഥാനം കൂടെ നമ്മൾ പറയണം. MD രമേശിന് തന്നെ ഇല്ല അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനം. അല്ല, അങ്ങനെ പറയുന്നതിന് ഒരു കാരണം വേണ്ടേ? അത് കാരണം എന്താണെന്നറിയാം, പൊതുവിൽ ഒരു ന്യൂനപക്ഷ പ്രീണനം സംസ്ഥാന സർക്കാർ CPM കൂടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് അത്രയേ ഉള്ളൂ. കാലങ്ങളായി CPM-നെ പ്രതിരോധിക്കുന്ന, CPM-നെ തകർക്കാൻ ശ്രമിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്, ന്യൂനപക്ഷ പ്രീണനം. ഈ പറയുന്ന ഹിന്ദു അടക്കമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെയും സമൂഹങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ പരിഗണന നൽകുന്നത് ഈ ഇടതുപക്ഷ സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണത്. അപ്പം ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട്, ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രവാദികളായ ഒരു വിഭാഗം ആളുകളെ ഭയന്നിട്ടാണ് CPM നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ വേറൊരു വഴിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന NSS പോലെയുള്ള SNDP പോലെയുള്ള, നമുക്കറിയാം SNDP-യുടെ നിലപാട് എന്താണ് മലപ്പുറം കാര്യത്തിൽ. വെള്ളാപ്പള്ളി നടേശൻ നാൾക്ക് നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലപ്പുറത്തുള്ളവരെല്ലാം എന്തോ മോശക്കാരാണെന്നല്ലേ, മലപ്പുറത്തിന് മാത്രമാണ് അവസരങ്ങൾ ലഭിക്കുന്നതെന്നല്ലേ. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകൻ നിൽക്കുന്ന BDJS എന്ന് പറയുന്ന പാർട്ടി NDA എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഘടകകക്ഷിയാണ്. അപ്പം ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായങ്ങളെല്ലാം ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അവരെ തെറ്റിദ്ധരിപ്പിക്കുക. കാര്യം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതിന് കാരണം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ, ഘടകകക്ഷിയാണ്. മുന്നണി മര്യാദ പാലിക്കണം. ആ മുന്നണി മര്യാദ പാലിക്കുന്നതിന്റെ ഭാഗമായി തന്നെ CPI പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആണ് CPM ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. അവിടെ നിന്ന് ഫണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ തന്നെയല്ല, ഇവിടെ അതിന് മുമ്പ് പറഞ്ഞതാ PM ശ്രീ പദ്ധതി കാരണം ഇവിടെ കാവ്യവൽക്കരിച്ചു എന്ന് പറയുന്നവർക്കുള്ള ഉദാത്തമായ മറുപടിയല്ല. എന്തെല്ലാം വിമർശനങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നത്.
PM ശ്രീ പദ്ധതി കൊണ്ട് ഇവിടെ പിന്നെ അന്നേരം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന വാദം എന്താ? ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ അവർക്ക് തീരെഴുതി കൊടുത്തു. അന്നേരം കോൺഗ്രസ് ഉയർത്തിയ മറ്റൊരു ആരോപണം, ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് തടയിടാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു മാർഗമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കൽ എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ലേ? അതല്ല വാസ്തവം എന്നുള്ളത് പിന്നീട് തെളിഞ്ഞ കാര്യമല്ലേ? അപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പേടിച്ചുകൊണ്ട്, അല്ല ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് UDF പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. തന്നെയുമല്ല UDF പല നേതാക്കൾ അല്ലെങ്കിൽ UDF ഉള്ള പല സ്ഥാനാർത്ഥികളും ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് UDF സ്ഥാനാർത്ഥി പട്ടിക മലപ്പുറം ജില്ലയിൽ പ്രഖ്യാപിച്ചപ്പോൾ ആ പറയുന്ന ലീഗിന്റെ നേതാവ് തന്നെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ധാരണ ആരുമായിട്ടാണ്? UDF-ആയിട്ടാണെന്ന് പകൽ പോലെ വ്യക്തമല്ലേ? മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് UDF ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് ഒരു പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്. ഈ പറയുന്ന സമസ്ത ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെ നിശിതമായി വിമർശിക്കുന്നില്ലേ? അപ്പൊ ഇത് കണ്ടിട്ടെങ്കിലും MD രമേശിന് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? MD രമേശിനെ സംബന്ധിച്ചിടത്തോളം MD രമേശ് എന്തെങ്കിലും പറയുക എന്നതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ശേഷിയില്ലാത്ത ഒരു നേതാവ് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നില്ലേ, ഇവിടെ പിന്നെ അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ പറയുന്നതാണ്, ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നു. എന്തിഷ്ടം? ഈ V മുരളീധരൻ ഇഷ്ടമാണോ രാജീവ് ചന്ദ്രശേഖരനെ? അല്ലേ അല്ല. K സുരേന്ദ്രൻ ഇഷ്ടമാണോ? അല്ലേ അല്ല. നേതൃയോഗത്തിൽ പോലും ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന നേതാക്കന്മാരാണെന്ന് ഇവരല്ല. ഈ MD രമേശ് ഇപ്പം വാല് കടിച്ച് നടക്കുന്നതേ ഉള്ളൂ, അല്ല ഒരു പ്രയോജനമില്ലാത്ത നേതാവാ. MD രമേശ് ഇത്ര കാലമായിട്ടുണ്ടല്ലോ, എന്ത് പ്രയോജനം ഉണ്ടായി BJPയെ സംബന്ധിച്ചിടത്തോളം? കേരളത്തിൽ ഒരു ഇഞ്ച് മൂവ് ചെയ്യാൻ ഈ MD രമേശിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? എത്ര കാലമായിട്ട് നേതാവായി നടക്കുകയാണ്. ഈ കുറിയും തൊട്ട് വെള്ളം ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. MD രമേശ് എന്തെങ്കിലും പ്രയോജനം പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഈ വിടുവായത്തം പറയുന്ന അല്ലാതെ ഒരു ഗുണം ഉണ്ടാക്കിയിട്ടില്ലാത്ത നേതാവാണെന്നേ. എന്തിന് സുരേഷ് ഗോപി വേണ്ടേന്ന് വിചാരിച്ചായിരിക്കും ആയിരിക്കും. ഇപ്പൊ സുരേഷ് ഗോപി വന്നാൽ തന്നെ 3 അടി അകലത്തിൽ നിൽക്കണം MD രമേശ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രയോജനം ഇല്ലാത്ത നേതാവാണ് ഈ ശരിക്കും പറഞ്ഞ MD രമേശ്. ഈ ഒരു പാർട്ടിയെ വളർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര കാലമായി ഇവിടെ കേരളത്തിൽ BJP എന്ന് പറയുന്ന സംഘടന ഉണ്ടായിട്ട് കാലം എത്രയായി? എന്നിട്ട് ഇപ്പോഴല്ലേ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞ K സുരേന്ദ്രൻ വന്ന കാലഘട്ടത്തിലല്ലേ BJP അല്പമെങ്കിലും മുന്നോട്ട് നീങ്ങിയത്? അല്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ MD രമേശ് ഇരുന്നിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ട് എവിടെയെങ്കിലും നീക്കം ഉണ്ടായോ? ഒരു നേട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് ഈ പടവലങ്ങ വളരുന്ന പോലെ താഴെട്ടല്ലേ BJP വളർന്നുകൊണ്ടിരുന്നത്. അല്ലാതെ എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇല്ല, ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും പറയുകയാണ് ഇതിനെ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക. ഈ MD രമേശ് അടക്കമുള്ള BJP നേതാക്കന്മാർ ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെ പാർട്ടിയുടെ തീപ്പൊരി എന്നൊക്കെ വിളിക്കുന്ന നേതാവല്ലേ. ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് KC വേണുഗോപാലിനടക്കം എതിരെ ഉന്നയിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു വിവാദ വിഷയം അതിന്റെ ഒരു ബാക്കി അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരു സാമുദായിക നേതാവിന് പ്രധാനപ്പെട്ട ഒരു വ്യവസായിക്കും എതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ട് ഏറ്റവും അവസാനം ഗോകുലം ഗോപാലൻ ഒരു മാനനഷ്ട കേസ് കൊടുത്തപ്പോൾ എന്താ ഒന്നും മിണ്ടാനില്ലാതെ പോയത്? അല്ലെ, തീവ്രവാദത്തിന് വേണ്ടി ഇവിടേക്ക് പണം ഇറക്കി കൊടുക്കുന്ന ഈ ഗോകുലം ഗോപാലൻ അടക്കമുള്ള വ്യവസായികളാണ്, അദ്ദേഹത്തിന്റെ സ്വന്തമായുള്ള ചാനലാണ് എന്ന് പറഞ്ഞു പരത്തിയ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എവിടെ തെളിവ്? എവിടെ? അതിനും തെളിവില്ല. അപ്പം തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ BJPക്കാരെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രനെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ രംഗത്തേക്ക് പെട്ടെന്ന് ഒരു ഭൂതം പോലെ പ്രവേശിച്ചല്ലോ, അല്ലെ? അങ്ങനെ എന്നിട്ട് എന്തുണ്ടായി? അതുമായി ബന്ധപ്പെട്ടിട്ട് തിരൂർ സതീഷിനെ ആരിറക്കി? ഏറ്റവും അവസാനം AC മൊയ്തീന്റെ തലവരെ കൊണ്ടിടാൻ ശ്രമിച്ചത്. ഇതൊക്കെ തെളിവില്ലാത്ത വികലമായ ആരോപണങ്ങൾ ഉന്നയിക്കുക. അവിടെ പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വയനാട്ടുള്ള മണ്ണ് തന്നെയാണ്. പക്ഷെ അവിടെ ഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ പിരായിരി അടക്കമുള്ള പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ അവിടെ എല്ലാം ന്യൂനപക്ഷത്തിന് പ്രാധാന്യമുള്ള വോട്ടുകളാണ്. SDPയും വെൽഫെയർ പാർട്ടിയും അടങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമി എല്ലാം അടങ്ങുന്ന ഒരു വലിയ ശക്തി കേന്ദ്രമാണ്. മുസ്ലിം ലീഗിൻ്റെതായ ഒരു വലിയ കേന്ദ്രം കൂടി അവിടെയുണ്ട്. അപ്പൊ അവിടെയൊക്കെ പിന്നെ തോൽക്കും അല്ലെങ്കിൽ അവിടെ ഒരു പിന്നെ BJPക്കാരൻ അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണോ? അല്ല. ഈ പറയുന്ന C കൃഷ്ണകുമാർ പിടിച്ചതിനേക്കാട്ടിൽ എത്രയോ അധികം വോട്ടുകൾ അന്ന് ഈ ശ്രീധരൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭയമൊന്നുമില്ല. അങ്ങനെ ഭയന്നിട്ട് ഈ നിലപാടില്ലാത്ത അല്ലാന്നുണ്ടെങ്കിൽ ഒരു വസ്തുതാരഹിതമായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ പുച്ഛത്തോടെ തള്ളിക്കളയേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാതെ അതിനെ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ ചർച്ചയൊന്നും ആക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത കാര്യമാണ് ശരിക്കും MD രമേശിന്റെയൊക്കെ കാര്യം. വെറും വിടുവായനാണ്. എന്തുകൊണ്ടാണ് MD രമേശ് തിരുവനന്തപുരത്ത് മരിച്ചുപോയ നേതാക്കന്മാരെ കുറിച്ച് പറയാത്തത്? തിരുമല അനിൽ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു. അതിനെക്കുറിച്ച് എന്താ MD രമേശ് ഒന്നും പറയാനില്ലേ? ആരാണ് കുറ്റക്കാരെന്ന് തന്റെ ഇടത്തോടെ നെഞ്ചു വിരിച്ചെന്ന് പറയാൻ തന്റെ ഇടം ഉണ്ടോ ഈ MD രമേശിന്? ഇല്ല.
ആൻ കെ തമ്പി ആത്മഹത്യ ചെയ്തു, ആരാണ് കാരണക്കാരൻ നെഞ്ചു വിരിച്ച് പറയാനുള്ള ശേഷി എം ടി രമേശിനുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ വിടുവായത്തം പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി മാത്രം പറഞ്ഞു പോകുന്ന ചില വാക്കുകളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ.